ഹായ് ഓൾ, ഇന്ന് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ച് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടുന്നതെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സിൽക്ക് ത്രെഡ് എന്തെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അത് ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് ഒഴുകി പോവും. അപ്പം നമുക്ക് ത്രെഡ് ഭയങ്കരമായിട്ട് കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരേ രീതിയിൽ 2 ത്രെഡും കറങ്ങണം. അതിന് വേണ്ടിയിട്ട് വലിയ വലിപ്പമില്ലാത്ത ഒരു പാത്രത്തിൽ, എന്നാൽ ടൈറ്റായി നിൽക്കുകയും ചെയ്യരുത്, ഒത്തിരി ലൂസായി അങ്ങ് പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ ഒരു പാത്രത്തിൽ 2 ത്രെഡിനെ ഇട്ട് വയ്ക്കുക. ഒരു നൂലേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വേറെ എന്തിലേക്കെങ്കിലും ആവശ്യത്തിനുള്ള ത്രെഡ് ചുറ്റിയിട്ട് 2 അഴയും ഒന്നിച്ച് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ഈ 2 അഴയും കൂടെ നമുക്ക് കെട്ടണം. അതിന് വേണ്ടി ഒരു 2 പ്രാവശ്യം ഇങ്ങനെ മടക്കുക. ഈ മടക്കിൽ നമ്മൾ 2 കെട്ട് കെട്ടിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ കെട്ട് കെട്ടുമ്പോൾ അത് അഴിഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന നൂല് എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടാം. കുറച്ച് തുമ്പ് മാത്രം മതി, അവിടെ വച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടാം. ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോർമലി കെട്ടിട്ടിട്ട് എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഇതാ തള്ളവിരലും നടുവിരലും ചേർത്ത് കെട്ടിനെ പിടിക്കുക. ചൂണ്ടുവിരലിൻ്റെ മുകളിലൂടെ കൊണ്ടുവന്ന് താഴേക്ക് ചേർത്ത് പിടിക്കുക. എല്ലാം 2 അഴയും ചേർത്താണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പാത്രം എടുത്ത് നമുക്ക് താഴെ തറയിൽ വെച്ച് കൊടുക്കാം. ദെൻ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് തന്നെ ചെയ്യുക. ഹുക്കിനെ നമ്മുടെ നേർക്ക് വെച്ച് പൊക്കുന്ന സമയം ചെയിന് കൊളത്തിയിട്ട് പൊക്കുന്ന സമയം ബാക്കിലോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് വെച്ച് കെട്ടിനെ ഒന്ന് വിട്ട് കൊടുക്കുക. വലിച്ചടുപ്പിച്ച് 2 അഴയും ചേർത്ത് തന്നെ എല്ലാ ചെയിനുകളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പയ്യെ റൊട്ടേഷനൊക്കെ ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ചരിക്കണമെങ്കിലൊക്കെ ചരിച്ചു കൊടുക്കുക. ത്രെഡിന് സ്ട്രെസ്സ് കൊടുക്കരുത്. നീഡിലിനും അധികം ഒരു ബലം കൊടുത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. പയ്യെ പിടിച്ചാൽ മതി. 2 അഴയും ചേർത്ത് തന്നെ എല്ലാ സ്റ്റിച്ചുകളും എടുക്കുക. നൂല് കുരുങ്ങരുത്, നൂല് പൊട്ടരുത്. ഒരഴ പൊട്ടിപ്പോയാൽ പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വലിയ വലിയ സ്റ്റിച്ചുകളായിട്ട് ഇട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ദെൻ നമ്മൾ ആ ചെയിന് കുരുങ്ങാണ്ട് പൊട്ടാണ്ടൊക്കെ കിട്ടി തുടങ്ങിയ ശേഷം മാത്രം ചെയിനുകൾ ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ.